കാസർഗോഡ് 2 ദിവസത്തിനിടെ 3 എൻഡോസൾഫാൻ ദുരിതബാധിതർ മരിച്ചു. ദുരിതബാധിതരായ ഹരികൃഷ്ണൻ, പ്രാർത്ഥന, അശ്വതി എന്നിവരാണ് മരിച്ചത്. ആവശ്യമായ ചികിത്സ ലഭിക്കാതെയാണ് 3 ജീവനുകളും പൊലിഞ്ഞതെന്ന് എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണി ആരോപിച്ചു. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായി സർക്കാർ പ്രഖ്യാപിച്ച സൗജന്യ ചികിത്സ മാസങ്ങളായി മുടങ്ങിക്കിടക്കുകയാണ്. ഷഫീഖ് നസ്രുള്ള ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. ഷഫീഖ്, എപ്പോഴാണ് ഈ 3 പേരും മരിച്ചത്? ഇവർക്ക് കൃത്യമായ ചികിത്സ നൽകാൻ കഴിയുന്നില്ലേ? കഴിഞ്ഞ 2 ദിവസത്തിനിടയിലാണ് ഇങ്ങനെ 3 എൻഡോസൾഫാൻ ദുരിതബാധിതർ മരിച്ചത്. കൃത്യമായ ചികിത്സ ലഭിച്ചില്ല. ചികിത്സ ലഭിക്കുക എന്ന് പറഞ്ഞാൽ സൗജന്യ ചികിത്സ മുടങ്ങിയിട്ട് മാസങ്ങളായി. ഈ സൗജന്യ ചികിത്സയാണ് എൻഡോസൾഫാൻ ദുരിതബാധിതർ ഏറെയും ആശ്രയിക്കാറുള്ളത്. ആ ചികിത്സയും അതോടൊപ്പം തന്നെ സൗജന്യ മരുന്നും അവർക്ക് ലഭ്യമാവാറുണ്ട്. കൃത്യമായി മരുന്നും ചികിത്സയും ലഭിക്കണം എന്നതാണ് ഇവരുടെ പ്രത്യേകത. എന്നാൽ കഴിഞ്ഞ കുറേ മാസങ്ങളായി സൗജന്യ ചികിത്സയും അതോടൊപ്പം തന്നെ മരുന്ന് വിതരണവും മുടങ്ങിക്കിടക്കുന്നു. ഇത് കാരണം കൃത്യമായി ചികിത്സ ലഭിക്കാതെ വന്നു, കൃത്യമായി മരുന്ന് കഴിക്കാതെ വന്നു. അതാണ് ഇങ്ങനെ 3 പേർ കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ 3 പേർ മരിച്ചത് എന്നാണ് എൻഡോസൾഫാൻ ദുരിതബാധിത മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ തന്നെ ആരോപിക്കുന്നത്. കഴിഞ്ഞ കുറേ മാസങ്ങളായി നമ്മളിത് എൻഡോസൾഫാൻ ദുരിതബാധിത മേഖലകളിലെ പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. ഈ എൻഡോസൾഫാൻ ദുരിതബാധിത മേഖലകളിൽ ഉള്ള ആളുകൾക്ക് വേണ്ടി പ്രത്യേക ഫണ്ട് അനുവദിക്കും എന്നൊക്കെ സർക്കാർ പറഞ്ഞിരുന്നു. കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിലാണ് ഇങ്ങനെ ദാരുണമായി 3 പേർക്ക് സ്ഥിരമായി ലഭിക്കേണ്ടുന്ന ചികിത്സ മുടങ്ങിയതിൻ്റെ പേരിൽ ജീവൻ നഷ്ടപ്പെട്ടത്. എൻഡോസൾഫാൻ ദുരിതബാധിത മേഖലകളിലുള്ള മിക്കവാറും എല്ലാ ആളുകളും നിർധനരാണ്, പാവങ്ങളാണ്. കൃത്യസമയത്ത് മറ്റു മേഖലകളിൽ സ്വകാര്യ ആശുപത്രികളിലെത്തി ചികിത്സ തേടാൻ കഴിയുന്നവരല്ല, വലിയ ചെലവ് വരുന്നവരാണ്. പ്രത്യേകിച്ചും കാസർഗോഡ് ജില്ലയിൽ വിദഗ്ധ ചികിത്സയ്ക്ക് സംവിധാനമില്ല. മംഗളൂരുവിനെയോ അല്ലെങ്കിൽ പരിയാരം മെഡിക്കൽ കോളേജിനോ ആശ്രയിക്കണം. പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇവർക്ക് ചികിത്സ ലഭ്യമാവുന്നില്ല. മംഗളൂരുവിലെ പല ആശുപത്രികളുമായി സർക്കാർ സൗജന്യ ചികിത്സയ്ക്ക് സംവിധാനം ഒരുക്കിയിട്ടുണ്ടെങ്കിലും അത്തരം ആശുപത്രികൾക്ക് കൃത്യമായി ഫണ്ട് അനുവദിക്കാത്തതിൻ്റെ പേരിൽ ആ ആശുപത്രിയിലും ചികിത്സ മുടങ്ങിയിട്ടുണ്ട്. മംഗളൂരുവിലേക്ക് പോവാൻ തന്നെ പല ആളുകളെ സംബന്ധിച്ചിടത്തോളം യാത്രാ ചെലവടക്കം പ്രയാസമായതുകൊണ്ടും അവർക്ക് കൃത്യമായി അവിടെ എത്താനും ചികിത്സ നേടാനും കഴിയുന്നില്ല. അങ്ങനെയാണ് ചികിത്സ വീട്ടിൽ തന്നെ കിടപ്പ് രോഗിയായിരുന്ന 3 പേർ കൃത്യമായി ചികിത്സ ലഭിക്കാതെ പോയതുകൊണ്ട് അവർ മരിക്കുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവർക്ക് ആവശ്യമായ മരുന്നും ചികിത്സയും ലഭ്യമാക്കണമെന്നാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ആവശ്യപ്പെടുന്നത്.